ശ്രീലങ്കയിൽ നിന്ന്. ഇത് സാറിന് ശ്രീലങ്കയിൽ നിന്ന് കിട്ടിയ അവാർഡാണ്. ഈ അവാർഡിനെ കുറിച്ച് പറയാം സാറേ. സ്റ്റാർ ഓഫ് ഏഷ്യ. ഇതുണ്ടോ ഈ അവാർഡ് സാറിന് എന്തുണ്ടോ സ്റ്റാർ ഓഫ് ഏഷ്യ. സ്റ്റാർ ഓഫ് ഏഷ്യ അവാർഡ് ശ്രീലങ്കയെ വെച്ച് ലഭിച്ചതാണ്. ഇത് നൈറ്റ്ഹുഡ് എന്ന് പറയും. ഇത് ശ്രീലങ്കയിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഇത് സാറിന് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവാർഡാണ്. നൈറ്റ്ഹുഡ് അല്ലേ സാറേ? നൈറ്റ്ഹുഡ്. ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് സാറിന് ലഭിച്ചിട്ടുള്ള അവാർഡാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന്. ഇത് ഇൻഡോ റഷ്യ. ഇത് റഷ്യൻ പാർലമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവാർഡ്. റഷ്യൻ പാർലമെന്റ് അവാർഡുകളുണ്ട്. ഇതുണ്ട് സ്റ്റാർ ഓഫ് ഏഷ്യ. പിന്നീട് മദർ തെരേസ അവാർഡ്. ഇത് സാറിന് മദർ തെരേസ അവാർഡ്. മദർ തെരേസ അവാർഡ് ഫൗണ്ടേഷൻ്റെ. ഇത് ജവഹർലാൽ നെഹ്റു അവാർഡ്. ഇത് ജവഹർലാൽ നെഹ്റു പീസ് ഫൗണ്ടേഷൻ, കേരള സ്റ്റേറ്റ് കമ്മിറ്റി. അങ്ങനെ നിരവധി അവാർഡുകളാണ് ജീവകാരുണ്യ. ഇത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഫൗണ്ട്. ഇവിടെ ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപത എന്നെ ആദരിച്ചതാണ്. ചങ്ങനാശ്ശേരി അതിരൂപത. അതെ. ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ നിൽക്കുന്ന അവാർഡ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന പടാണ്. ഇത് YMCAയുടെ നാഷണൽ ഒരു അവാർഡ് കിട്ടിയ YMCA. അമേരിക്കൻ ബുക്ക് ഓഫ് വേർഡ് റെക്കോർഡ്സ് അവാർഡ്. റഷ്യയിൽ നിന്ന് കിട്ടിയതാണ്. റഷ്യൻ പാർലമെന്റിൽ നിന്ന്. സാറിൻ്റെ പിതാവ്. അതെ അതെ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായ ഒരു ഡോക്ടറാണ്. 1972 ഞാൻ MBBS പാസ്സായത്. ഒരു വർഷം ഹൗസ് സർജൻസി കഴിഞ്ഞതിന് ശേഷം ഞാൻ 2-3 പ്രൈവറ്റ് ആശുപത്രികളിൽ ജോലി ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തമായ ഒരു ആശുപത്രി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത വന്നത്. സാർ, ഈ മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ്? മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ SLCക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഞാൻ വീട്ടിൽ വന്ന് വൈകുന്നേരം കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ ഒരു ഡോക്ടറാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുകയുള്ളൂ എന്ന്. അപ്പം അമ്മ അത് പറഞ്ഞപ്പോൾ നമ്മളൊരു ഡോക്ടറാകുന്നത് ചിന്തിക്കാൻ പോലുള്ള യോഗ്യത അന്ന് ഞങ്ങൾക്കില്ല. അന്ന് ഞങ്ങളൊരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഒന്നും അതിന് പ്രതികരിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ കാപ്പി കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പറമ്പിൽ ചെന്നിട്ട് ഞങ്ങളുടെ ഒരു പേര അവിടെ ഇപ്പോൾ ആ പേരയുടെ ചോട്ടിൽ നിന്നപ്പോൾ അറിയാതെ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ലല്ലോ. അപ്പം അത് ഞാൻ പറഞ്ഞ അവസരത്തിൽ തന്നെ ഒരു ഡോക്ടറായിരുന്ന ബോധമായിരിക്കുള്ളൂ. ഞാൻ SLCക്ക് പഠിക്കുക. സാറേ, അതിന് മുമ്പ് സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവിൻ്റെ പേര് കുര്യൻ ജോസഫ് എന്നാണ്. അദ്ദേഹം അന്നേക്കാലത്ത് ESSLC വരെ പഠിച്ച ഒരു ആളായിരുന്നു. അദ്ദേഹം ഒരു ആത്മീയ പുരുഷനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർ കന്യാസ്ത്രീകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഒരു ആത്മീയ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു.
എൻ്റെ പിതാവ് ചേർപ്പുങ്കൽ മാർ ശ്രീവാപ്പള്ളിയിലെ സൺഡേ സ്കൂളിൻ്റെ ജനറൽ ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നേ കാലത്ത് 3 സൺഡേ സ്കൂളുകൾ 3 സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ ഹെഡ് മാസ്റ്ററായിട്ട് എൻ്റെ പിതാവ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നും ഒരു ഭക്തനായിരുന്നു. എൻ്റെ മകൻ കൊച്ചു നാളിൽ ഞങ്ങളുടെ ഒരു പഴയ കാലത്ത് ഒരു വലിയ തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഒരറ്റത്ത് പറഞ്ഞാൽ അങ്ങേരത്ത് പറഞ്ഞാൽ കേൾക്കാത്ത വിധത്തിലുള്ള ഒരു തറവാടായിരുന്നു. അതിനുള്ള തിണ്ണയും എൻ്റെ ഓടക്കേപ്പര, തെക്കേപ്പര, ചാവടി, അങ്ങനെ ഒത്തിരിയുള്ള ഒരു പഴയ വീടായിരുന്നു. അപ്പം അന്നേ കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊരു കുരിശുരൂപം ഉണ്ടായിരുന്നു. അത് മാർപ്പാപ്പ ആശീർവദിച്ച് തന്ന ഒരു കുരിശുരൂപമാണ്. ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട്. 100 കൊല്ലം പഴക്കമുള്ള ഒരു കുരിശുരൂപമാണ്. എൻ്റെ പിതാവ് എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഈ കുരിശുരൂപത്തിൽ മുത്തിയതിന് ശേഷം ഈശോ കൃപ എന്ന് പറഞ്ഞ് പോകും. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇത് കണ്ടപ്പോൾ ഞാൻ ചെല്ലുമ്പം എന്നെയും ഈ കുരിശു മുറ്റിച്ചിട്ട് ഈശോ കൃപ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു പാരമ്പര്യമാണ് എൻ്റെ ആത്മീയതയുടെ ഒരു പാരമ്പര്യം. എനിക്കൊന്ന് 5 വയസ്സൊക്കെ ഉള്ളൂ. മാത്രമല്ല എൻ്റെ പിതാവ് എന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അന്ന് ഇംഗ്ലീഷിൽ. അന്ന് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. എൻ്റെ പിതാവ് 5-8 നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഏക വ്യക്തിയായിരുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ഓ ജീസസ്, ത്രൂ ദി മോസ്റ്റ് പ്യുവർ ഹാർട്ട് ഓഫ് മേരി, we offer thee all the prayers, actions and sufferings of this day, for all the intentions of thy divine heart in the Holy Mass, delivering throughout the whole world to pay our Father Almighty the debts. Thy kingdom come, may thy kingdom, O Lord, be widely spread and firmly established in the hearts of all men, women and children. സർവേശ്വര, അവിടുത്തെ അരൂപിയെ അയക്കുക, അപ്പോൾ സകലവും സൃഷ്ടിക്കപ്പെടും, ഭൂമിയുടെ മുഖം പുതുതാകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ വെളിവാൽ വിശ്വാസി ഹൃദയങ്ങളെ പഠിപ്പിച്ച സർവേശ്വര, ഈ അരൂപിയുടെ സഹായത്താൽ ചൊവ്വുള്ളത് മാത്രം ഗ്രഹിപ്പാനും അങ്ങേ ആശ്വാസത്തിൽ എല്ലായ്പ്പോഴും ആനന്ദിപ്പാനും കൃപ ചെയ്യണമേ. ജീസസ്, meek and humble of heart, make our heart like unto thee. O Lord, preserve unto us for the greater glory to the end of our days. എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, ഈശോയുടെ അത്രയും പരിശുദ്ധ ഹൃദയമേ, സമസ്തവും അങ്ങേ പ്രതി. ഇത്രയും പ്രാർത്ഥനകൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവിനെ പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥന അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കളൊക്കെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെല്ലുന്ന അന്ന് പഠിച്ച സമയത്ത് ഇതേക്കുറിച്ചുള്ള എനിക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് ചൊല്ലിക്കൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധം എനിക്ക് വന്നു. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എൻ്റെ പിതാവിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. ദൈ കിങ്ഡം കം, മേ ദൈ കിങ്ഡം, ഓ ലോർഡ്, ബി വൈഡ്ലി സ്പ്രെഡ് ആൻഡ് ഫേമിലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഹാർട്ട്സ് ഓഫ് ഓൾ മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ നിൻ്റെ രാജ്യം വരണം എന്നുള്ളതായിരിക്കുന്ന ആ വലിയൊരു കാഴ്ചപ്പാട് എൻ്റെ പിതാവിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടുതൽ ഞാൻ അതിൽ താല്പര്യത്തോടെ പോയി. അപ്പോൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരു ജപത്തിൻ്റെ പ്രാധാന്യം എനിക്ക് ബോധ്യപ്പെട്ടു. അവർ ഫാദർ ഇൻ ഹെവൻ, ഹോളി ബി ദൈ നെയിം, Thy kingdom come, thy will be done on earth as it is in heaven. സോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നിൻ്റെ രാജ്യം വരണം, ദൈ കിങ്ഡം കം. അപ്പം അത് നമ്മൾ പലപ്പോഴും ചൊല്ലിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നിൻ്റെ രാജ്യം വരണം, നിൻ്റെ രാജ്യം വരണം എന്നുള്ളതായിരിക്കുന്ന ഹൃദയപൂർവമായ ഒരു പ്രാർത്ഥന നമുക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ അവിടുത്തെ രാജ്യം ഈ ഭൂമിയിൽ വരണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെ നിറവേറുന്നുവോ അതുപോലെ ഈ ഭൂമിയിൽ നിറവേറണം
എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് എനിക്ക് പിൽക്കാലത്ത് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ സാറ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയാനായിട്ട് അമ്മയുടെ ഒരു ആഗ്രഹം പോലെ ആയിരുന്നു സാർ മെഡിക്കൽ ഫീൽഡിലേക്ക് മാറിയതെന്ന് പറഞ്ഞല്ലോ. പിന്നീടുള്ള അനുഭവം ഒന്ന് പറയാമോ? ഇപ്പം ഞാൻ ഈ അമ്മയത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ഡോക്ടറായി എന്നൊരു ബോധം എനിക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ അന്ന് SLCക്ക് പഠിക്കുന്ന ഒരു 5 പേര് വേറെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടന്ന് സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഒരു 3 മൈൽ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് എൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ട് ഇവരുടെ കൂടെ ചെല്ലാനായിട്ട് എനിക്ക് പലപ്പോഴും സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ദിവസം ഞാൻ കുറേ നേരത്തെ എഴുന്നേറ്റ് ഇവരുടെ കൂടെ തന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ ഡോക്ടറാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അവർക്ക് ഒരു പരിഹാസം, കാരണം അന്ന് അങ്ങനെ ചിന്തിക്കാൻ ഉള്ള യോഗ്യത പോലും എനിക്കില്ല, കൊച്ചു വീട്ടിൽ കഴിയുന്ന ഒരു മനുഷ്യന്. മാത്രമല്ല അന്നേക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറുള്ളതെന്ന് പറയുന്നത് കൽക്കട്ടയിൽ പോയി, അന്നേക്കാലത്ത് ഞാൻ 61 കഥയാണ് പറയുന്നത്, 10,000 രൂപ കൊടുത്ത് ഒരു അഡ്മിഷൻ മേടിച്ചു. അന്നേക്കാലത്ത് 10,000 എന്ന് പറഞ്ഞാൽ ഇപ്പം 10 കോടിയെന്ന് പറഞ്ഞാലും മതിയപ്പറ്റില്ലാത്ത അദ്ദേഹം അഡ്മിഷൻ മേടിച്ച് അവിടെ പഠിച്ചിട്ടും അദ്ദേഹത്തിന് MBBS പാസ്സാകാൻ പോലും പറ്റിയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ മാത്രമേ ഈ രാജ്യത്ത് അന്നൊരു ഡോക്ടറുള്ളൂ. അപ്പം അങ്ങനെ അന്ന് ഏറ്റവും വലിയ ധനവാനാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലും ശരിയല്ല, എൻ്റെ കൂട്ടുകാരനെ പരിഹസിച്ച് നിനക്കൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് മുൻനിരയിലായിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ പൊക്കമൊന്നുമില്ല, കൊച്ചു പയ്യനാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ ഡോക്ടറാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും പരിഹാസം. പക്ഷേ പിൽക്കാലത്ത് ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടറായെന്നുള്ളതാണ് വേറെ സംഭവം. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ SLC പാസ്സായി, നല്ല ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ പാസ്സായി. അപ്പോൾ അന്നേക്കാലത്ത് ഞങ്ങൾക്ക് സ്വത്തുകളുണ്ട്, 10-12 ഏക്കർ സ്ഥലം എൻ്റെ അപ്പനുണ്ട്, നല്ല വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതപ്പോൾ ഞാൻ ഏക മകനാണ്. അപ്പം ഇവിടെ നിന്നെ ഒരു TTCക്ക് വിടാം, ഒരു അധ്യാപകനായി ജീവിച്ചാൽ മതിയെന്നു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞാൽ പോരാ, അവനെ കോളേജിൽ വിടണം. അപ്പം അമ്മയുടെ നിർബന്ധത്തിൽ ആണ് എന്നെ കോളേജിൽ വിട്ടത്. അപ്പം അങ്ങനെ കോളേജിൽ പാലാ സെൻറ്റ് തോമസ് കോളേജിലാണ് പോയത്. അന്ന് ഈ ബസ്സേ കയറി പോകും വേണ്ടി ഈ കൂപ്പൺ ഒക്കെ എടുത്താൽ പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം കോളേജിൽ നിന്ന് തിരിച്ചു പോരാൻ നേരം ഓടി വന്ന് ബസ്സേ കയറുക. ചില അതിനകത്തൊരു പ്രത്യേകതയുണ്ട്, എല്ലാ ദിവസവും 4:15 കോളേജ് വിടുന്നത്. ഈ പ്രത്യേക ദിവസം 4-ന് കോളേജ് വിട്ടു. ഇപ്പം 4:15 കൃത്യം ഒരു ബസ്സുണ്ട്, അത് ഞാൻ കിട്ടാറില്ലായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇന്ന് ആ ബസ്സിൽ പോകാതെ നേരത്തെ വീട്ടിൽ ചെല്ലാമല്ലോ എന്നുള്ള ചിന്തയിൽ ഓടിച്ചെന്ന് ഈ ബസ് നിർത്തി കയറി കഴിഞ്ഞ് അവന്മാർക്ക് നമ്മളെ ഈ കൂപ്പണായതുകൊണ്ട് കയറ്റാൻ ഇഷ്ടമല്ല. അപ്പോൾ അവർ പെട്ടെന്ന് വണ്ടി വിട്ടു. അപ്പോൾ എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഞാൻ ആ കൈപിടിയെ പിടിച്ചു. ഞങ്ങൾ 3 പേര് വണ്ടിയെ താഴെപ്പോയി. എന്നിട്ട് എൻ്റെ കാലേക്കൂടെ ബസ് കയറിപ്പോയി. എന്നിട്ട് ബസ് കയറി, എന്നിട്ട് അന്നേരം തന്നെ അവിടെ ഉണ്ടായ എല്ലാവരും കൂടെ കൂടി താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അവിടെ കിടന്ന് 20 ദിവസം അവിടെ കിടന്നു. കഴിഞ്ഞ ശേഷം ഒത്തിരി കുത്തിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. കുത്തിക്കെട്ടി പച്ചയ്ക്ക് ഒരു മരപ്പീര് പോലും നടക്കാതെ പച്ചയ്ക്ക് കാല് കുത്തിക്കെട്ടി. അത് കഴിഞ്ഞിട്ട് 3 മാസവും കൂടെ കോളേജിൽ പോകാൻ പറ്റിയില്ല. പിന്നെ അവസാനം എൻ്റെ പ്രിൻസിപ്പാളിൻ്റെ കരുണ കൊണ്ട് എനിക്ക് ഒരു പരീക്ഷ എഴുതാണ്ട് അവസരം കിട്ടി. അറ്റൻഡൻസ് പോലും ഇല്ല. അപ്പോൾ അത് ഞാൻ പരീക്ഷ എഴുതി, ഞാൻ പാസ്സായി കഴിഞ്ഞ് വലിയ മാർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ MBBS ചേരാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പോൾ പിന്നെ BSCക്ക് ചേർന്നു. ഫസ്റ്റ് ക്ലാസ്സും നല്ല മാർക്കും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഒരു പുതിയൊരു നിയമം വന്നു. ഈ BSCക്ക് 4 സബ്ജക്റ്റ് പഠിച്ചെങ്കിൽ MBBSന് യോഗ്യതയുള്ളൂ, 2 സബ്ജക്റ്റ് പഠിക്കാത്തത്.
അപ്പം അതിനുവേണ്ടി ഒരു ഷോർട്ട് കോഴ്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമേ ഉള്ളൂ. അത് പഠിക്കാൻ ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കൊരു കൊല്ലം നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് എനിക്കൊരു കേരള യൂണിവേഴ്സിറ്റിയിലൊരു ജോലി കിട്ടി. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. അവിടെ വൈസ് ചാൻസലറും 5 ഫാക്കൽറ്റികളുടെ ഡീനും ചേർന്നുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. അപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മറൈൻ ബയോളജി ആൻഡ് ഓഷ്യാനോഗ്രാഫിയിലാണ് ഈ ഒരു ഓഫീസർ കേഡറിൽ എനിക്കൊരു പോസ്റ്റ് കിട്ടിയത് എൻ്റെ 19ാമത്തെ വയസ്സിൽ. അപ്പം അങ്ങനെ അവിടെ ഒരു ജോലി ചെയ്തപ്പോൾ അവൾക്ക് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട അവിടുത്തെ ഓഫീസേഴ്സിനൊക്കെ എന്നോട് വലിയ ഇഷ്ടമായി. ഭാവി കളയണ്ട, MBBS പോകാൻ ആഗ്രഹിച്ചല്ലേ, അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു തരാം. അപ്പോൾ അതനുസരിച്ച് അവർ ഒത്താശ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പിറ്റേ വർഷം ഈ കോഴ്സ് ചെയ്യാനിടയായി. അത് പാസ്സായി, അപേക്ഷിച്ചു. അങ്ങനെ എനിക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ MBBS അഡ്മിഷൻ കിട്ടി. കോട്ടയത്ത് മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ 72 MBBS പാസ്സായി. സാർ, പിന്നെ ഈ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? അതിൻ്റെ പശ്ചാത്തലം എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മയുടെ നാട്ടിൽ ഒരു സ്വന്തമായിട്ടൊരു ആശുപത്രി, നാട്ടുകാർക്ക് ഗുണമുണ്ടാകുന്നൊരു ആശുപത്രി ഉണ്ടാകണം എന്നുള്ളത് അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ്റിൽ എനിക്ക് കിട്ടുമായിരുന്നു ഈസിയായിട്ടന്ന്. അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ആശുപത്രി തുടങ്ങാൻ എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നത്. അങ്ങനെ സാമൂഹ്യ രംഗത്ത് ഒത്തിരി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, രോഗികളെ പലതിലും സഹായിക്കുന്നു. അതുകൊണ്ടുള്ള ചാരിതാർത്ഥ്യവും അതിൻ്റെ പ്രചോദനവും എന്തായിരുന്നു? അതിൻ്റെ പ്രചോദനം ഒരു വിധത്തിലൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമാണ്. അതായത് ഞാൻ കോട്ടയത്ത് കഞ്ഞിക്കുഴി പാലത്തിൻ്റെ അടുത്താണ് ആദ്യമായി ഈ ആശുപത്രി സ്ഥാപിച്ചത്. അത് 78. അപ്പോൾ ആശുപത്രി സ്ഥാപിക്കുമ്പോൾ ഒരു വാടക വീട്ടിലാണത്. 18 ബെഡുള്ള ഒരു വാടക വീട്ടൊരു കൊച്ചാശുപത്രി. അന്നേക്കാലത്ത് ഒരു വലിയ സംഭവമായിരുന്നു. കോട്ടയം പട്ടണത്തോട് ചേർന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏറ്റവും മിനിമം റേറ്റിൽ ഒരു കുഞ്ഞിനോടും അഡ്വാൻസ് പൈസയൊന്നും മേടിക്കാതെയുള്ളൊരു പോളിസി. അപ്പം അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആ കഞ്ഞിക്കുഴി തോട് എന്ന് പറയുന്ന അതിൻ്റെ സൈഡിൽ കുറേ മനുഷ്യന്മാർ താമസിക്കുന്നു. അവർ ആ കോട്ടയം മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളികളായിരുന്നു. അപ്പോൾ അവർ എനിക്ക് സത്യത്തിൽ ആശുപത്രിക്ക് ഒരു ശല്യമായിരുന്നു അന്ന്. അപ്പോൾ അവർ എപ്പോഴും വന്നപ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇവരുടെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു വലിയൊരു മനപ്രയാസമായിരിക്കും. അപ്പോൾ അതിനെന്നെ ചെയ്യണം, ഞാനിങ്ങനെ അന്ന് ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഒരു തീരുമാനമെടുത്ത് ഇവരെ ഒന്ന് സന്ദർശിക്കാൻ പോകാം. അങ്ങനെ ഒരു ക്രിസ്മസ് ദിവസം ഞാനൊരു കൊട്ട നിറച്ച് ബണ്ണ് വാങ്ങി ഇവരുടെ വീടുകൾ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവരെ എത്ര വീടുണ്ടോന്നും ഈ വലിയ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് 42 വീടുകളാണ് ഈ തോട്ടിൻ്റെ ഇടിക്ക് പുറംപോക്കിൽ താമസിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ ബണ്ട് കൊടുത്ത് പോന്നു കഴിഞ്ഞ് അവരുടെ ജീവിതം കണ്ടു. ആ പഴയ ഒരു 10x10 പോലും സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് ഓരോ കുടുംബങ്ങൾ നിരന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ. 5-6 പേരിങ്ങനെ നിരന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെ എങ്ങനെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. പിന്നെ എങ്ങനെ ഇവരെ സഹായിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ചുറ്റുപാടുകളിൽ ഞാൻ പല വിധമുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അവിടെ മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സ് പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, ഒരു മർത്തോമ പള്ളി. അപ്പോൾ അവരുമായിട്ട് എല്ലാവരുമായിട്ട് ഈ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു. അവരും കൂടെ ചേർന്ന് ഞങ്ങൾ വടവാതിൽ 2.25 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഈ 42 പേരെ പുനരധിവസിപ്പിച്ചു. 42 പേർക്കും 3 സെൻറ്റ് വീടും സൗകര്യം ഉണ്ടായിക്കൊടുത്തു. അതിൽ 8 വീട് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊടുത്തന്ന്. അതൊരു വലിയ കാര്യമാണ്. അതെ അതെ. ഈ പാർശ്വവൽക്കൃത ജനതയോട് സാറ് താതാല്യം പ്രാപിക്കുന്നുണ്ട്.
ഇത്ര ഉന്നത നിലവാരം പുലർത്തുന്ന രണ്ടോളം സാമ്പത്തികവും അങ്ങനെയുള്ള ചുറ്റുപാടുമുള്ള അങ്ങ് ഇത്രമാത്രം താഴേക്കിടയിലുള്ള ആളുകളുമായി സാധർമ്മ്യം പ്രാപിക്കാൻ സന്നദ്ധനാകുന്നതിൻ്റെ കാരണം ഒന്ന് പറയാമോ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കർത്താവിനെ കുറിച്ചുള്ള ഒരു അറിവാണ്. അവിടുന്ന് ഔന്നത്യം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് കാലിത്തൊഴുത്തിൽ അവിടുന്ന് ജനിച്ചു. അവിടുന്ന് സാധാരണക്കാരുടെ ഇടയിലൂടെ ജീവിച്ചു. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം കൊടുത്തു. അവിടുന്ന് സ്വയം ബലിയായി തീർന്നു, കുരിശിൽ മരിച്ചു. ഇങ്ങനെയുള്ള ആ ഒരു മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. അപ്പോൾ ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ വരണം എന്നുള്ളതായിരിക്കണം വെച്ചാൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ഈ എൻ്റെ പഠനം മെഡിക്കൽ പഠനം തന്നെ, അതായത് ദി ഫിസിയോളജി, അനാറ്റമി ആൻഡ് ബയോകെമിസ്ട്രി ഓഫ് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് ദി സെയിം. അപ്പം ഞാൻ 1982 ആദിവാസികളുടെ ഇടയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്, ഇവിടെ ഇടുക്കി ജില്ലയിൽ. അപ്പോൾ അവിടെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ കയറിയത്. ഒരു 4 മണിക്കൂർ കയറ്റം കയറിയാണ് ഇവരുടെ ഈ ഗ്രാമത്തിൽ ചെന്ന് പട്ടയക്കുടി എന്ന് പറഞ്ഞ ഗ്രാമം. അന്ന് ശരിക്കും കാടാണ്. എൻ്റെ കൂടെ വേറെ ഒരു സക്കറിയ കോശിച്ച് എന്നൊരു അച്ഛനുണ്ടായിരുന്നു. ഞങ്ങൾ 3-4 പേര് കൂടിയാണ് പോയത്. അപ്പം ഞാൻ അവരുടെ കൂടെ 3 ദിവസം താമസിച്ചു. അവരുടെ ഇടയിലൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. അപ്പോൾ അവരുടെ ജീവിതം അവരെ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ വാട്ട് ഈസ് ലൈഫ്, ഇപ്പം അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ വന്നപ്പോഴത്തേനും ഒന്നുകൂടെ ഞാൻ താണു വരാനായിട്ട്, അവരും മനുഷ്യരാണ്, അവർക്ക് സാഹചര്യമില്ല, ജീവിക്കാൻ സാഹചര്യമില്ലാത്ത അതുകൊണ്ടാണ് അവർക്ക് വളരാൻ സാധിക്കാത്തത്. പിൽക്കാലത്ത് അവർക്ക് ഇങ്ങനെ സാഹചര്യങ്ങളുണ്ടായി. ഇത് പട്ടയക്കുടിയൊക്കെ ഒരു പട്ടണമാണ്, കഞ്ഞിക്കുഴിയൊക്കെ ഒരു വലിയ പട്ടണമായി മാറി. ഇവിടെ ഞങ്ങൾ ഒത്തിരി പ്രവർത്തിക്കാനാണ് സാധിക്കും. 82 കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആർക്കും വളരാം, ആർക്കും വലിയവരാകാം. അവിടുന്ന് ഒത്തിരി പേര് പിന്നെ വലിയവരായി മാറിയ ഒരു സംഭവമുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ ഏറ്റവും പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: എല്ലാ മനുഷ്യരും ഒരുപോലാണ്, എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്, എല്ലാവരെയും പരിപാലിക്കുന്ന ദൈവമാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വലുതാണെന്ന് ചിന്തിക്കാൻ യാതൊരു യോഗ്യത നമുക്കില്ല. കാരണം നാളെ നമ്മളുണ്ടോ നമുക്കറിയില്ല. അതല്ല, ക്രിസ്തു ദർശനങ്ങൾ അങ്ങയെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഏത് നിലയിലാണ് അങ്ങയുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ കഴിഞ്ഞതെന്ന് സംക്ഷിപ്തമായെന്ന് പറയാൻ കഴിയുമോ? അതിനകത്ത് കുറേ കഥകളുണ്ട്. കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു ഭക്തനായി ജീവിക്കാൻ സാധിച്ചതിന് പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 7 വയസ്സുള്ള സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ അപ്പനും അമ്മയും ഇതുമായി പിണങ്ങി. അവർ വേറിട്ട് പോയ സമയത്ത് ഞാൻ ഏകനായി പോകുന്നു. ആന്തൊരു തറവാട്ടിൽ, വലിയ തറവാട്, വരടുത്ത് പറഞ്ഞാൽ അങ്ങേറ്റത്ത് കേക്കില്ലാത്ത തറവാട്ടിൽ ഞാൻ ഏകനായി എൻ്റെ 7 വയസ്സുകാലത്ത് ജീവിച്ചു എന്ന് പറയുമ്പോൾ ഒരു ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യം. അപ്പം അന്ന് എൻ്റെ പിതാവിൻ്റെ 2 സഹോദരിമാർ കന്യാസ്ത്രീകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവർ അന്ന് എന്നോട് ഉപദേശിച്ചൊരു ഉപദേശമായിരുന്നു: മോനെ, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുട്ടിയായി വളരണം. ലൂയിസാമ്മ, കുളയത്താമ്മ എന്നാണ് അവരുടെ 2 പേരുടെ പേര്. അവർ അധ്യാപകരായിരുന്നു. അപ്പോൾ ആ ഒരു വാക്ക് എന്നെ സ്പർശിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യ കുർബാന സ്വീകരണം, ഞങ്ങളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, അത് ചേർപ്പുങ്കൽ പള്ളിയിൽ വെച്ച് ഞങ്ങൾ 150 പേരിൽ ഞാൻ ഒന്നാമനായിട്ട് മുടിയൊക്കെ വെച്ച് പോയി ആദ്യ കുർബാന സ്വീകരിച്ച്. അപ്പോൾ ഈ ഒരു അന്ന് എന്നെ പറഞ്ഞ് അവർ പഠിപ്പിച്ചാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുട്ടിയായി വളരണം. അപ്പം ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഭരിക്കേണ്ട, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ എനിക്കിടയാകരുത് എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ വന്ന വഴിയിലാണ് ഈ പറഞ്ഞ വലിയ കാര്യങ്ങളൊക്കെ നടന്നത്. അതായത് ഞാനിങ്ങനെ ഈ 10ാമത്തെ വയസ്സിൽ ഈ വലിയ തറവാടിട്ടേച്ച്
ഞങ്ങൾക്ക് 3-4 കുടിയാന്മാരുണ്ട്. ഈ കുടിയാൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്താണ് ഈ അമ്മ എന്നോട് ഡോക്ടറാകണമെന്ന് പറഞ്ഞതും ഒക്കെ ഉള്ള സംഭവം. അങ്ങയുടെ ഭാര്യ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറായിരുന്നു. മക്കളിൽ പലരും ഡോക്ടർമാരാണെന്ന് അറിയുന്നു. കുടുംബപരമായ ഒരു ഡോക്ടർ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഏത് നിലയിലാണ് നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തെന്ന് ഒന്ന് സൂചിപ്പിക്കും? അതോടൊപ്പം തന്നെ സാറ് എത്ര വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ ഒന്ന് പറയാം. അതായത് ഞാൻ ഈ 42 വീടുകളുടെ കഥ പറഞ്ഞല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ വീടില്ലാത്തവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യങ്ങളുമായി വരാൻ തുടങ്ങി. ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബഥനി ജനറലേറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ സുപ്പീരിയർ ഒരു ബർക്ക്മാൻ സച്ച്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി ഞാൻ സെക്രട്ടറി ആയിക്കൊണ്ട് ഭവന നിർമ്മാണ സേവാ സംഘം എന്ന് പറഞ്ഞൊരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. അപ്പം അതിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് ആൾക്കാർക്ക് വീടുകളുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ YMCA എന്ന പ്രസ്ഥാനത്തിൽ ചെന്ന് ചേരാനിടയെ അപ്പം അതിൻ്റെ അയർക്കുന്നം യൂണിറ്റിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി ഞാൻ തീർന്നു. പിന്നെ അവിടുന്ന് വളർന്ന് കേരളത്തിൻ്റെ ചെയർമാനായി ഞാൻ മാറി. കേരളത്തിൻ്റെ ചെയർമാനായി മാറി കഴിഞ്ഞപ്പോൾ അന്നും എൻ്റെ ഉള്ളിൽ ഈ ഭവനമില്ലാത്തവരുടെ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലായിരുന്നു. അപ്പം അന്ന് ആസൂത്രണം ചെയ്തൊരു കാര്യമായിരുന്നു കുടിൽ രഹിത ഗ്രാമം എന്നൊരു സംഭവം. അതായത് എല്ലാ മനുഷ്യരും, എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഇതിന് കാരണം വെച്ചാൽ ഞാൻ ഒരു കൊച്ചു കുടിലിൽ പോയി താമസിച്ചെന്ന് പറഞ്ഞാൽ കുടിയാൻ്റെ വീട്ടിൽ. അപ്പം അന്ന് അത് ഓല മേഞ്ഞ വീടായിരുന്നു. അപ്പം അന്ന് ഒരു രാത്രിയിൽ ഒരു പെരുമഴയത്ത് ഈ ഓലക്കിടയിൽ കൂടെ വെള്ളം വീട്ടിലേക്ക് ഒഴുകി വന്നു. എനിക്കന്ന് രാത്രി ഞാൻ കിടക്കാൻ പോലും വയ്യാത്ത സിറ്റുവേഷൻ. അന്ന് ഈ ഓല മേഞ്ഞ വീടുകൾ. അപ്പം അങ്ങനെ ആ ഓല മേഞ്ഞ വീടുകൾ, അപ്പം അതെൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഓല മേഞ്ഞ വീടുകൾ ഇനി ഉണ്ടാകരുത് രാജ്യത്ത്. അതാണ് കുടിരഹിത ഗ്രാമം എന്നുള്ളൊരു ചിന്ത. അപ്പം അങ്ങനെ ഞാൻ ഈ കേരളത്തിൽ അന്ന് 462 YMCA ഉണ്ടായിരുന്നു. ഞാൻ ചെയർമാനായിരിക്കും. ഞാൻ ഈ 462 YMCAകളും യാത്ര പോയിട്ടുണ്ട്. അപ്പം 1000 ഗ്രാമങ്ങൾ കേരളത്തിൽ. അപ്പം ഇങ്ങനെ ഈ ഗ്രാമങ്ങളെല്ലാം കുടിരഹിത ഗ്രാമമാക്കാനുള്ള എൻ്റെ 2 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായി 100 കണക്കിന് വീടുകൾ ഈ അയർക്കുന്നം എന്ന ഗ്രാമം അന്ന് 240 വീട് പണിത് പലരുടെ സഹകരണങ്ങൾ കൂടിയാണ് അതിനെ കുടിരഹിത ഗ്രാമമാക്കി. 40 വീടുകൾ ഈ അയർക്കുന്ന ഗ്രാമത്തിൽ നിന്ന് പണിത് ഒരു വലിയ സംഭവം. ഒരു ഗ്രാമത്തിൽ തന്നെ 240-ലധികം വീടുകൾ വെച്ച് കൊടുക്കുക. അപ്പൊ അതെല്ലാം പല മേഖലകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്ത സംഭവമാണ്. അതെ, അങ്ങനെയുള്ള കേരളത്തിലുടനീളം ഈ 462 ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അല്ല ഒത്തിരി ഈ മെസ്സേജ് തന്നെ. ഇപ്പം അനേക മുനിസിപ്പാലിറ്റികളൊന്നും അത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെ അടുത്തൊരു വീടാണ് അത് തുടങ്ങി വെച്ചത്. അപ്പം അങ്ങനെ അത് ഈ ഭവന നിർമ്മാണത്തിന് PJ ജോസഫ് മന്ത്രി അന്ന് അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഒരു കുടിൽരഹിത ഗ്രാമം എന്നുള്ള ഒരു കേരളത്തിലുടനീളം 1000 വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒത്തിരി വീടുകൾക്ക് തറക്കല്ലിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എന്നിട്ടും വലിയൊരു വീട് വെച്ചില്ല. ഞാനോ ഒരു ലക്സൂറിയസ് കാറ് സ്വന്തമായിട്ടില്ല. ഇതൊക്കെ ഒരു വലിയ മാതൃകയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നു. ഞാൻ കാറെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണല്ലോ. ഇപ്പം നമ്മൾ വലിയ കാറെ യാത്ര ചെയ്താലും ചെറിയ കാറെ യാത്ര ചെയ്താലും നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, സ്ഥലത്തെത്താം. സാർ, മറ്റ് എന്തൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു? മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ.
മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാം. മറ്റ് ജീവകാരുണ്യ പ്രധാനപ്പെട്ട സാധനം മദ്യപാനികളുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ്. മദ്യപാനം എന്ന് പറയുന്ന ഞാനൊരു ദിവസം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ട്രാഡ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേട്ടിട്ടുണ്ടായിരുന്നു. മദ്യപാന രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രമാണ്. 1987 ആ സ്ഥാപനം സ്ഥാപിച്ചത്. ആ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അതിന് ഒരു മെഡിക്കൽ ഓഫീസറെ ആവശ്യമുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞ് കേട്ടിട്ട് എൻ്റെ അടുത്ത് അവർ സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര ജോവാൻ ചുങ്കപ്പുര എന്ന് പറയുന്നത്. അപ്പോൾ അവർ 2 പേര് എൻ്റെ ഒരു ദിവസം രാത്രി അത് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മെഡിക്കൽ ഓഫീസർ ആകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ പോയി ചാർജ് എടുത്തു. അവിടെ മാങ്ങാനത്താണ് അത് തുടങ്ങിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ മദ്യപാനീയ രോഗികളെക്കുറിച്ചുള്ള ബോധം എനിക്ക് വരുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ 100 കണക്കിന് ആൾക്കാരെ ചികിത്സിച്ചു. 5 കൊല്ലത്തോളം ഞാൻ അതിൻ്റെ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്തു. അപ്പം അങ്ങനെ ഒത്തിരി പേര് ചികിത്സിച്ച് ഭേദമാകുന്നു. പിന്നെ കുറേ പേര് കുറേ കഴിയുമ്പോൾ വീണ്ടും കുടിച്ചേച്ച് വരുന്നു. ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഞാൻ മദ്യനിരോധന രംഗത്ത് നമ്മുടെ MP മന്മഥൻ സാറ്, ജയപ്രകാശ് നാരായണൻ ഇവരുടെ കൂടെ പ്രവർത്തനം ആരംഭിച്ചു. മദ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം. അപ്പം മദ്യ നിരോധന സമിതിയിൽ ഞാൻ അംഗമായി. പിന്നെ പിൽക്കാലത്ത് കേരള ക്രൈസ്തവ മദ്യവർജന സമിതിയുടെ ഭാഗമായി മാറി. അതിൻ്റെ എല്ലാം ട്രഷററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ മദ്യവിരുദ്ധ ജനകീയ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. കേരളത്തിലുടനീളം എല്ലാ മദ്യവിരുദ്ധ പ്രവർത്തകരുടെയും കൂടെ ഒരു സംഘടനയാണ് മദ്യവിരുദ്ധ ജനകീയ മുന്നണി. അപ്പോൾ അതിലൂടെ ഒത്തിരി പ്രവർത്തിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയിച്ചു. ഉമ്മൻചാണ്ടി സാറ് 2ാമത് മുഖ്യമന്ത്രിയായ സമയത്ത് വെറും 29 ബാറായി കുറഞ്ഞൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് പിണറായി വന്നിട്ടാണ് ഇതെല്ലാം നശിപ്പിച്ചത്. അതെ. പിണറായി കാണിച്ചതൊരു വലിയൊരു ക്രൂരതയാണ് കേരളത്തോട്. ഇപ്പം 1000-ലധികം ബാറുകൾ ഇപ്പം വെറും 29 ബാറായിട്ട് നിന്ന് ആ പ്രസ്ഥാനം ഇതാണ്. ബാറുകളുടെ കേരളമായി മാറി. അതെ. അപ്പോൾ എല്ലാം പിന്നെ ഭവന നിർമ്മാണം, മദ്യത്തിനെതിരെയുള്ള പോരാട്ടം, പിന്നീട് മെഡിക്കൽ ഫീൽഡുകളിൽ ഉള്ള മെഡിക്കൽ സേവനങ്ങളുണ്ട്. മെഡിക്കൽ സേവനം എന്ന് പറഞ്ഞത് ഇപ്പം ആശുപത്രി ഉണ്ടായി. ആശുപത്രി വളർന്നു. പിന്നെ ഇപ്പം ഞങ്ങളുടെ ആശുപത്രി തന്നെ 15,500ഓളം കുഞ്ഞുങ്ങൾ ജനിച്ച ആശുപത്രിയാണ്. അതെ. എൻ്റെ മിസ്സസ് കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക്കോളജിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഞങ്ങളുടെ ആശുപത്രിയിൽ ഇത്രയും കുട്ടികളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ഒരു കുഞ്ഞിനോട് ഒരു അഡ്വാൻസ് പൈസ ഇതേവരെ മേടിച്ചിട്ട് ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ല. എനിക്ക് കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ളത് അതൊന്നും ഞങ്ങളൊരു വിഷയമായിട്ട് എടുത്തിട്ടില്ല. എല്ലാം ദൈവം നടത്തുന്നു, ദൈവം പരിപാലിക്കുന്നു. പിന്നെ എല്ലാവരും മനുഷ്യരാണ്. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരു കൽപ്പനയാണ് ഇതിനകത്തെല്ലാം അതിൻ്റെ പിന്നിൽ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത്. ഇത്രയും പ്രവർത്തനങ്ങൾ സാറ് ചെയ്യുമ്പോൾ സാറിന് ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന ചില വ്യക്തികൾ ആരൊക്കെയാണ്? പിന്നെ ആളുകളുടെ ഒരു പ്രേരണ, അല്ലെങ്കിൽ ഒരു പ്രചോദനം, ഒരു ഹെൽപ്പ്? അതിനായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2-3 ഒന്ന് എൻ്റെ പിതാവിൻ്റെ 2 സഹോദരിമാർ കന്യാസ്ത്രീകൾ. പിന്നെ എൻ്റെ പിതാവിൻ്റെ ആണ് ഏറ്റവും എനിക്ക് അഭിമാനം. കാരണം അദ്ദേഹം ഒരു വിധത്തിലും തെറ്റായ ഒരു മാർഗത്തിലൂടെ പോകാൻ എൻ്റെ പിതാവ് ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം ഇവിടെ ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ ദിവസവും അദ്ദേഹം വന്ന് ആശുപത്രിയിൽ റൗണ്ട്സ് എടുക്കുമായിരുന്നു. അദ്ദേഹം 91 വയസ്സിലാണ് മരിച്ചത്. അത് ഒരു കുഞ്ഞിനോട് പോലും നീ അനീതിയായിട്ട് പ്രവർത്തിക്കരുത് എന്നുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ എൻ്റെ ഭൗതികമായ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ എൻ്റെ അമ്മയാണ് ഈ ആശുപത്രി ഉണ്ടാകണമെന്ന് ചിന്തിച്ചതും പിന്നെ ഓരോ കാര്യങ്ങളും അമ്മയുടെ ആഗ്രഹങ്ങളായിരുന്നത് ഓരോന്നും. കന്യാസ്ത്രീകൾ ജീവിച്ചിരിപ്പുണ്ടോ? അവരെല്ലാം മരിച്ചുപോയി. ഇത് ഒരുപാട്
പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്രയും സാധ്യമാകുന്നത്? ആയിരക്കണക്കിന് വീടുകൾ വെച്ചു കൊടുക്കുക, കേരളം മുഴുവൻ മദ്യനിരോധനത്തിനെതിരെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, YMCA ഒരു നേതൃത്വ നിരയിലേക്ക് വരിക. ഈ അയർക്കുന്നതിൽ തന്നെ 240-ലധികം വീടുകൾ വെച്ചു കൊടുത്തു. അതുപോലെ കോടിക്കണക്കിന് ആളുകളുടെ ട്രീറ്റ്മെന്റ് പണം വാങ്ങിച്ചിട്ടില്ല. കോടിക്കണക്കൊന്നുമില്ല, അല്ല ഞാൻ പറഞ്ഞ ലക്ഷങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഇത് എങ്ങനെ സാധിക്കുന്നു? എന്താണ് അതിന്റെ പിന്നിലുള്ള പ്രചോദനം? ഞാൻ അവിടെ എന്നെ ആശുപത്രിയുടെ അവിടെ എഴുതി വച്ചിരിക്കുന്നൊരു വാക്യമുണ്ട്, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. ഇതിപ്പോൾ നമ്മുടെ മിടുക്കൊണ്ടൊന്നും നടന്ന കാര്യമല്ല. ഇതിപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ പരിപാലനം. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ വന്നു, ഞാനിപ്പം അറിഞ്ഞ് വിളിച്ചു വരുത്തിയതല്ലല്ലോ, അല്ല. ഇതുപോലെ ഓരോ പ്രവർത്തനം അറിഞ്ഞു കേട്ട് വന്നാൽ അതെ. അപ്പം അങ്ങനെ അത് ഒന്നിൻ്റെയും പുറകെ ഞാൻ പോയിട്ടില്ല, ഒന്നിൻ്റെയും പുറകെ ഞാൻ പോയിട്ടില്ല. ഓരോന്നും ഇങ്ങനെ അറിയാതെ ഇല്ല. അതായത് ഞാൻ ഉദാഹരണത്തിന് പറയാം, എൻ്റെ മൂത്ത മോന് അപ്പുറം അവന് വേറെ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഒരു സ്ഥലം, അപ്പോൾ ഒരു ദിവസം ഒരാൾ എന്നോട് വന്ന് ഇങ്ങനെ ചോദിച്ചു, ഡോക്ടർക്ക് ഒരു സ്ഥലം ഉണ്ട്, വേണോ ചോദിച്ചു. അപ്പോൾ അതൊരു താഴ്ന്നൊരു വെള്ളം കയറുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ അളിയനോട് ചോദിച്ചു, ഇതെങ്ങനെ, അത് മേടിക്കാനകത്ത് എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല, മേടിച്ചോ. ഇപ്പം രാവിലെ അദ്ദേഹം വന്ന് എന്നോടത് ചോദിക്കുന്നത് 12 മണിയായപ്പോൾ അങ്ങനെ വീണ്ടും വന്നു. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് വിദേശത്ത് പോകാനുള്ള ഒരാളായിരുന്നു, ഇവിടുത്തെ ഉള്ളത് വിറ്റിട്ട് പോകാനായിട്ട്. അപ്പം ഞാനത് എടുത്തോളാമെന്ന് പറഞ്ഞു. എടുത്തോളാമെന്ന് പറഞ്ഞാൽ എൻ്റെ അന്ന് വലിയ തുകയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. 90 സെൻറ്റ് സ്ഥലം രാവിലെ വന്ന് പറഞ്ഞത് ഉച്ചയായപ്പോൾ എൻ്റെ കൈ വന്നു. അപ്പോൾ അവിടെയാണ് എൻ്റെ മൂത്ത മോൻ വീടും വെച്ച് താമസിക്കുന്നത്. എൻ്റെ മൂത്ത മോൻ ഷിപ്പിൽ എഞ്ചിനീയറാണ്. ഇവിടെ അടുത്ത ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് ദൈവത്തിൽ നടത്തിപ്പ്. അതെ. സാറിന് ഈ വീഡിയോ കേൾക്കുന്ന ആളുകളോട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? സന്ദേശം പറയാം, ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിൽ പല ആളുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരും പലരും ചെയ്യുന്നവരും ഒക്കെയാണ്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരോടും പൊതുജനത്തോടും ഒക്കെ എന്താണ് സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളതൊന്നുമില്ല. സർവശക്തനായ ദൈവത്തോട് ദൈവത്തിൽ ആശ്രയിക്കുക. അതെ, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പിതാവേ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിന്ത, അതേക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു വലിയ പ്രസംഗം തന്നെ എനിക്ക് പറയാനുണ്ട്. അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള 10 ഗ്രഹങ്ങളിലൊന്നാണ്. ആ 10 ഗ്രഹങ്ങളിലൊന്നായ ഈ ഭൂമിയിൽ സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, മനുഷ്യർ 800 കോടിയോളം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാം പരിപാലിക്കുന്ന ഒരു ദൈവം ഓരോ നമ്മൾ ചിന്തിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സൂര്യനെന്ന് പറയുന്നത് കോടാനുകോടി നക്ഷത്ര സമൂഹത്തിലെ ഒരു ചെറു നക്ഷത്രമാണ് അവർ. അപ്പോൾ ഈ പ്രപഞ്ചം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ പിതാവ് ആരാണ്? ആ പിതാവിനെ നമ്മൾ വിളിച്ചിട്ട് പറയുന്ന അവിടുത്തെ നാമം മഹത്വപ്പെടണം. ആ ദൈവത്തെ എപ്പോഴും നമ്മൾ മഹത്വപ്പെടുത്തുക. അപ്പോൾ അവിടുത്തെ നാമം പൂജിതമാണ്. രണ്ടാമത്തെ അവിടുത്തെ രാജ്യം വരണം. അപ്പം നമുക്കതേക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇതുപോലെ ഈ സംവിധാനം ചെയ്ത് പരിപാലിക്കുന്ന ആ ദൈവത്തെ, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഈ ഒരു പ്രാർത്ഥന മാത്രമാണ്. അത് മാത്രം നമ്മൾ ചെയ്താൽ, ഹൃദയപൂർവ്വം എല്ലാവരും ചെയ്താൽ ഈ ഭൂമി എത്രയും പേര് സ്വർഗമാകുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തിന്നണം കുടിക്കണം എന്നുള്ള ഒരു 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 ജീവിതത്തിലെ ജഡിക ജീവിതമെന്നും ആത്മീയ ജീവിതമെന്നും 2 ഇതുണ്ട്.
അപ്പോൾ നമ്മൾ തിന്നുക, കുടിക്കുക, സുഖിക്കുക, ആസ്വദിക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഇത് പറയാം, എനിക്ക് ഈ ഇറച്ചി തിന്നുന്നത് വലിയ ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അപ്പം പിന്നെ പണ്ടേ കാലത്ത് ഇങ്ങനെ ഈ കല്യാണങ്ങൾക്കെല്ലാം ഈ ബിരിയാണി തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. അപ്പം അന്ന് ബിരിയാണി എന്ന് പറഞ്ഞാൽ 2 കഷ്ണം ഇറച്ചി മാത്രമേ എല്ലാവർക്കും കൊടുക്കുള്ളൂ. ബാക്കി രണ്ടാമത് ചോദിച്ചാൽ കുറേ ചോറ് വാരി കൊടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ ഡോക്ടറും ഇന്നലെ പലരും എന്നെ വിളിക്കും. ഞാൻ രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഇറച്ചി എനിക്ക് ഇട്ട് തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇറച്ചിയോട് എനിക്കൊരു കമ്പം വന്നു. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വലിയൊരു എന്നെ കല്യാണം വിളിക്കണം, എനിക്ക് ബിരിയാണി തിന്നണം എന്നൊരു മോഹം എൻ്റെ മനസ്സിൽ വന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ബൈബിൾ എന്ന് ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ ബൈബിൾ മേശപ്പെടുത്ത് 2-3 ബൈബിൾ ഇരിപ്പുണ്ട്. ഒരു ദിവസം പിന്നെ മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും ജീവിക്കുന്നത് നല്ലത്, അതെ എന്നൊരു വാക്യം. അത് നിരന്തരമായി എൻ്റെ മുന്നിൽ ഇങ്ങ് വരിക, ഏത് ദിവസവും പറഞ്ഞാലും വരിക. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉപേക്ഷിക്കണമെന്നുള്ള സന്ദേശമാണ് വരുന്നത്. ഇപ്പോൾ ഒരു ദിവസം എൻ്റെ കൊച്ചു പയ്യൻ അവനൊരു ദിവസം പപ്പ ഇതൊന്ന് വായിച്ചതെന്ന് പറഞ്ഞിട്ട് അവനൊരു വേദപുസ്തകം എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വരിക. 2.5 വയസ്സുള്ള മകനാണ്. അപ്പോൾ അവൻ അത് നോക്കിയപ്പോൾ ഇതിനെ കാണും. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഇനി ഇറച്ചി വേണ്ട. അപ്പം അങ്ങനെ ഞാൻ അന്നിങ്ങനെ എല്ലാവർക്കും സദ്യ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഹോട്ടലിൽ പിടിച്ച് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ കോട്ടയത്ത് അഞ്ജലി ഹോട്ടലിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് വെച്ച് ഇവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയ വഴിക്ക് അവിടെ വച്ച് ഈ സന്ദേശം വീണ്ടും നിൽക്കുക. അവിടെ വച്ച് അവർക്കെല്ലാം ഞാൻ ഇറച്ചി മേടിച്ച് കൊടുത്തു. ഞാൻ കഴിച്ചില്ല. അന്ന് ഞാൻ നിർത്തിയത്. എൻ്റെ 30ാമത്തെ വയസ്സിൽ ഈ മോഹത്തിൽ ഞാൻ മോചനം ലഭിച്ചു. അതാണ് മോചനം കിട്ടുക എന്നത്. ഇപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഹീ ഈസ് ദ റെഡീമർ. ഹി റിഡീംസ് മാൻ ഫ്രം ദ ബോണ്ടേജസ് ഓഫ് സിൻ ആൻഡ് സിക്നെസ് എന്നാണ്. ഇപ്പം മനുഷ്യൻ്റെ ഈ അത്യാഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇന്ന് എനിക്ക് വേണം, അത് വേണം, അങ്ങനെയുള്ള ആ മോഹങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന മോചനം അങ്ങനെ എനിക്ക് ലഭിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഇഷ്ടം പോലെ പോയ ഓരോ ദിവസവും ഇന്ന് പോയി. അപ്പം അങ്ങനെ ഞാനൊരു വെജിറ്റേറിയനിലേക്ക് വന്നു 30ാമത്തെ വയസ്സിൽ. ഇപ്പോൾ കംപ്ലീറ്റ് വെജിറ്റേറിയനായിട്ട് ഞാൻ വന്ന് പിന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ രോഗങ്ങൾ വന്നു. അപ്പോൾ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനില്ല എന്ന് വന്നുകൊണ്ട് ഞാൻ പിന്നെ മീനും മുട്ടയും പിന്നെ ഭക്ഷിക്കാൻ തുടങ്ങിയായിരുന്നു. ഇനി എന്താണ് സാറിൻ്റെ ഒരു പദ്ധതികളൊക്കെ എന്താണ്? എനിക്ക് പദ്ധതി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രാജ്യം വരണം എന്നുള്ള ഒരു പദ്ധതി. എന്നുള്ള എല്ലാവർക്കും സന്തോഷം, നിൻ്റെ രാജ്യം വരണം. അപ്പം എല്ലാ മനുഷ്യർക്കും സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഈ ലോകം ഉയരണം. തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് എൻ്റെ മനുഷ്യൻ മോചനം പ്രാപിക്കണം. അതിനകത്ത് ഒത്തിരി മേഖലകളുണ്ട്. മേഖലകൾ പറഞ്ഞാൽ കഴിയുമ്പോൾ മതങ്ങൾ, പിന്നെ ഈ അതൊക്കെ പറയുമ്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ മതങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ഓരോ മതങ്ങളെയും നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ എന്താ പറയുക, ചിന്തിക്കാൻ പോലും വയ്യാത്ത കഥകൾ അവിടെയൊക്കെ ഉള്ളത്. അപ്പം അതെല്ലാം ഞാൻ എൻ്റെ സകല ദുർമതങ്ങളും നിർമൂലമാകണം എന്നൊരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലുള്ളതാണ്. അപ്പം അങ്ങനെ ആ എല്ലാം നിർമൂലമായി അങ്ങനെ ആ എല്ലാവരും ദൈവത്തെ ആത്മാവിൽ അറിയുന്ന അനുഭവം. ഇപ്പം ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി കന്യകയിൽ പൂജാതനായ ആ യേശു ക്രിസ്തുവിൻ്റെ എല്ലാവരും ഹൃദയത്തിൽ സ്വീകരിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ യേശു വന്നു കഴിയുമ്പോൾ ഈ ഭൂമി സ്വർഗമായി മാറും. അത് വളരെ എളുപ്പമാണ്. ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കും. അപ്പം യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. സാറിൻ്റെ ജീവിതത്തിൽ എൻ്റെ ആ വിജയത്തിൽ സാറിൻ്റെ മാഡത്തിൻ്റെ ഒരു സപ്പോർട്ടും ഒരു പ്രചോദനവും എത്രമാത്രം ഓർക്കാനായിട്ട് കഴിയുന്നുണ്ട്? കാരണം എത്രമാത്രം സപ്പോർട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വളർച്ചയ്ക്ക് സഹധർമ്മിണിയുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ.
അത് എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട്? അത് എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കഥയാണ്. ഞാനിങ്ങനെ അദ്ദേഹത്തെ കാണാനായിട്ട് പോയ അവസരത്തിൽ ഒത്തിരി പെണ്ണുങ്ങളെയൊക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ കാണാൻ പോയ അവസരത്തിൽ അത് കുഴപ്പമില്ല എന്ന് എനിക്കൊരു ചിന്ത വന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് എന്നോട് സഹകരിക്കാമെങ്കിൽ നമ്മൾക്ക് വിവാഹിതരാകാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും 2 കണ്ണും നിറഞ്ഞു തൂകി. അങ്ങനെയാണ് പുള്ളിയുടെ സമ്മതം. അപ്പം അന്ന് ഞാൻ പറഞ്ഞ വാക്കിതാണ്, ദൈവമഹത്വത്തിനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് എന്നോട് സഹകരിക്കുന്നെങ്കിൽ നമുക്ക് വിവാഹിതരാകാം. അപ്പം അന്ന് ആ നിമിഷത്തിൽ തന്നെ ഞങ്ങൾ വിവാഹിതരായെന്നുള്ളതാണ് അർത്ഥം. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പം അന്ന് മുതൽ ഇതേവരെ പുള്ളി ഒരിക്കൽ പോലും ഒരു വിധത്തിലും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടൊന്നും നിന്നിട്ടില്ല. എല്ലാവിധ സപ്പോർട്ടും ഞാനിതിലെല്ലാം ഈ രാജ്യത്തുടനീളം പോയിട്ടുണ്ട്. ഏതെല്ലാം മേഖലയിൽ പോയിട്ടുണ്ട് അവിടെയെല്ലാം പുള്ളിക്കാരത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതില്ലെങ്കിൽ എനിക്ക് നടക്കത്തില്ലല്ലോ. അപ്പോൾ പരാതിയോ പരിഭവമോ ഒന്നും പുള്ളിക്കാരത്തിയില്ല. മാത്രമല്ല അദ്ദേഹം ഒരു വലിയ വ്യക്തിത്വമാണ്. എന്നുവെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്യൂട്ടറായിട്ട് കയറി 25 വർഷം കൊണ്ട് പ്രൊഫസറായി മാറി. ഏതാണ്ട് 2.5 ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തൊരു മഹത് വ്യക്തിയാണ്. ഞങ്ങളുടെ ഈ ആശുപത്രിയിൽ തന്നെ 10,500 ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്യൂട്ടറായി കയറി പിന്നെ പ്രൊഫസറായി റിട്ടയർ ചെയ്ത് 25 വർഷം കൊണ്ട് ഒരു 2.5 ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ പുള്ളി ഈ ലോകത്തിൽ ജന്മം കൊടുക്കാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു വലിയ അനുഭവമാണ് പുള്ളിയെ സംബന്ധിച്ച്. ഓക്കെ സാർ, സാറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ മാനിച്ച് സാറിന് പല സമ്മാനങ്ങളും അതുപോലെ പുരസ്കാരങ്ങളും ആദരിക്കലും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. അത് ഞാനിങ്ങനെ ഈ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് സാറ് ഒരു അവാർഡിന് യോഗ്യനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് എന്നെ ഈ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരം, ബാബ അംബേദ്കർ നാഷണൽ എക്സലൻസ് അവാർഡ്, അതിനെന്നെ റെക്കമെൻഡ് ചെയ്തു. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അവർക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആയിരിക്കും ഒരു പക്ഷേ, എനിക്കറിയില്ലായിരിക്കും, അങ്ങനെയായിരിക്കും. അപ്പം അങ്ങനെ അത് ഞാൻ ഡൽഹിയിൽ പോയി വാങ്ങാനിടയായി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു അവാർഡാണ്, വലിയൊരു സംഭവമാണ്. വെച്ചാൽ ഭാരതത്തിൻ്റെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ, ബോംബെ തൊട്ട് ആസാം വരെയുള്ള സ്ഥലത്തു നിന്ന് 100 പേരുടെ അടങ്ങിയ ഒരു വലിയ സദസ്സിൽ എനിക്ക് ഒന്നാമനായിട്ട് എനിക്ക് ആ പുരസ്കാരം ലഭിച്ചു. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടോ അത്. അപ്പം അതാണ് എൻ്റെ ഒരു പ്രാഥമികമായ ഒരു സംഭവം. അപ്പം അതോട് ബേസ് ചെയ്തിട്ടാണ് എനിക്ക് തുറന്നുള്ള അവാർഡുകളെല്ലാം കിട്ടിയിട്ടുള്ളത്. ചെറിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നൈറ്റ്ഹുഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഒരു വലിയ സംഭവമാണ്. ശ്രീലങ്കയിൽ വെച്ചാണ് എനിക്കത് കിട്ടി, നൈറ്റ്ഹുഡ്. പിന്നെ അവിടെ വെച്ച് എനിക്ക് സ്റ്റാർ ഓഫ് ഏഷ്യ 44 ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പുരസ്കാരം കിട്ടി. പിന്നെ അതിനുശേഷം അവിടെ വെച്ചാണ് ഈ പിന്നെ നൈറ്റ്ഹുഡ് കിട്ടിയതിൻ്റെ റെക്കമെൻഡേഷനിലാണ് എനിക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇവിടുത്തെ ഹൗസ് ഓഫ് കോമൺസിൽ വെച്ചുകൊണ്ട് ഇവിടെ UK ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് അവസരം കിട്ടി. എൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പോൾ അവർ അന്തിച്ചു പോയി. അവർ വർഷങ്ങളായിട്ട് ഇതേക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. സത്യത്തിൽ അവരാണ് എന്നെ റഷ്യൻ പാർലമെൻറ്റിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തവരാണ്. അപ്പം അങ്ങനെ റഷ്യൻ പാർലമെൻറ്റിൽ പോയി ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഇംഗ്ലീഷിൽ റഷ്യ നന്നായിട്ട് പ്രസംഗിച്ചു. അവർക്ക് വലിയ സന്തോഷമായിപ്പോയി. ഇപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ്,
the kingdom of God, the kingdom of justice, peace and happiness to all. പിന്നെ ഞാൻ അവരുടെ ഒരു സജഷൻ കൊടുത്തു കഴിഞ്ഞു, യു മസ്റ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭാ ചെയർമാൻ, ഇത്രയും പേര് നിന്ന വേദിയിലാണ്. ഞാൻ പറഞ്ഞു യു മസ്റ്റ് കം ഫോർവേഡ് to organize a world leaders conference to think about the possibility of stopping war in this world, because nobody wanted to be killed in this world, everybody wanted to live long, so we have to stop war in this world. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ആ പ്രസംഗം അവരുടെ പാർലമെൻറ്റിൽ എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പുട്ടിനും കണ്ടെന്ന് പറഞ്ഞ ഈ മെസ്സേജ് ടു സ്റ്റോപ്പ് വാർ ഇൻ ദിസ് വേൾഡ് എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും സാറിനോട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് സാർ.